പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകം യാചിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, വചനത്തെ മാംസമാക്കി ലോകത്തിന് നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത അമ്മയുടെ പ്രത്യേകമായ വാത്സല്യവും പ്രാർത്ഥനയും മധ്യസ്ഥതയും ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലാണ് നാം. ഈ സുവിശേഷത്തിലെ 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. വ്യത്യസ്തങ്ങളായ മനുഷ്യരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. കർത്താവായ യേശു ഈ അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ ആ സൗഖ്യവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 6 തരത്തിലുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. നമുക്ക് ആ പ്രതികരണങ്ങളിലൂടെ നമ്മുടെ തന്നെ പല ജീവിത നിലപാടുകളെയും ബോധ്യങ്ങളെയും എല്ലാം കണ്ടെത്താനും പരിശോധിക്കാനും സാധിച്ചു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളാണ്. വീണ്ടും അധികാരികളിലേക്ക് ക്യാമറയുടെ ഫോക്കസ് മാറുകയാണ്. മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം ഈ അന്ധൻ എങ്ങനെയാണ് സുഖപ്പെട്ടത് എന്നതിനെക്കുറിച്ച് മാതാപിതാക്കന്മാർ അന്വേഷിച്ച് കഴിയുമ്പോൾ അവർ ഭയം നിമിത്തം തങ്ങളുടെ സുരക്ഷിതത്വത്തെ ഭയന്ന് അവർ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും യേശുവാണ് സുഖപ്പെടുത്തിയത് എന്ന് തുറന്ന് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇനി യേശുവിനെ വിചാരണ ചെയ്യാൻ ഈ മനുഷ്യരിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ മാതാപിതാക്കന്മാരെ അവർ പറഞ്ഞയച്ചു. ഇനി അവർ ചെയ്യുന്നത് അവർ അന്ധനെ ഒരിക്കൽ കൂടി വിചാരണ ചെയ്യുകയാണ്. ഈ നേതാക്കന്മാരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഈ അന്ധൻ്റെ വായിൽ നിന്ന് യേശു ഒരു പാപിയാണെന്ന്, അല്ലെങ്കിൽ ഒരു കാപട്യക്കാരനാണ്, ജനങ്ങളെ വഴിതെറ്റിക്കുന്നവനാണ് എന്ന ഒരു വാചകം ലഭിക്കുന്നതിനോ, അല്ലെങ്കിൽ ഈ സൗഖ്യം സത്യമല്ല എന്ന് സൗഖ്യം സ്വീകരിച്ചവനെ വിചാരണ ചെയ്യുന്നത് വഴി മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നതിനോ ആണ് ഈ അധികാരികളുടെ പരിശ്രമം, നേതാക്കന്മാരുടെ പരിശ്രമം. അവർ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ അന്ധനിൽ സംഭവിച്ച സൗഖ്യത്തെ തങ്ങളുടെ ഉപജാപങ്ങൾ വഴി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പരിശ്രമമാണ് അവർ നടത്തുന്നത്. നമുക്ക് വായിക്കാം. 9-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അന്ധനായിരുന്ന അവനെ യഹൂദർ വീണ്ടും വിളിച്ച് അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്നെനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവർ ചോദിച്ചവർ, നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? എങ്ങനെയാണ് അവൻ നിന്റെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവൻ്റെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാം, എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. അന്ധനായി പിറന്ന ഒരു മനുഷ്യൻ്റെ കണ്ണ് ആരും തുറന്നതായി ലോകാരംഭം മുതൽ ഇന്നോളം കേട്ടിട്ടില്ല. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അവർ അവനെ പുറത്താക്കി. ഈ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം, ഇവർ ഈ അന്ധൻ്റെ നാവിൽ നിന്ന് യേശുവിൻ്റെ മേൽ ആരോപിക്കാൻ ഉതകുന്ന ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, യേശു പാപിയാണെന്ന് അവനെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത, ഈ അന്ധന് ഭയം ലവലേശമില്ല. അയാൾ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ അയാൾക്ക് ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോയത് ഇരുട്ട് മാത്രമല്ല, ഇരുട്ടിൻ്റെ എല്ലാ ദുർശക്തികളും ദുർവ്യാപാരങ്ങളും അയാളിൽ നിന്ന് മാറിപ്പോയി. അതായത് ഭയം,
പാപത്തിൻ്റെ ഒരു വലിയ അനന്തരഫലമാണ്. അതുകൊണ്ടാണ് പാപം ചെയ്തപ്പോൾ ആദ്യ മാതാപിതാക്കന്മാർ മരത്തിൻ്റെ പിന്നിൽ പോയി പേടിച്ച് ഒളിച്ചു നിൽക്കുന്നതായി, കുറ്റബോധവും നാണക്കേടും ഭയവും അവരെ പിടികൂടുന്നതായി നമ്മൾ ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. ഇവിടെ ഈ അന്ധന് യേശുവിൻ്റെ സ്പർശനം വഴിയായി സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് യേശുവിനെക്കുറിച്ച് നല്ലത് പറയുന്നതിന് അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയം നഷ്ടപ്പെട്ടു പോയി. അയാൾക്ക് പേടിയില്ല. നോക്കൂ, അയാൾ എത്ര വാചാലമായിട്ടാണ് സംസാരിക്കുന്നത്. അയാൾ ഒരിക്കൽ പോലും യേശുവിനെ കുറ്റാരോപണം നടത്തുന്നതിനോ യേശുവിനെ പഴി ചാരുന്നതിനോ പരിശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ ഈ അധികാരികളെ ഒരല്പം പോലും ഭയപ്പെടുന്നില്ല. അന്ധന് ഭയം നഷ്ടപ്പെട്ടു. വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ഇരുട്ടിൻ്റെ എല്ലാ ശക്തികളും അയാളിൽ നിന്ന് തിരോഭവിച്ചു. മറ്റൊരു പ്രത്യേകത ഈ അന്ധനെ നമ്മൾ കാണുന്നത്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, ഈ അധ്യായത്തിൽ യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഏക മനുഷ്യൻ അന്ധനാണ്. ബാക്കി എല്ലാ ആളുകളും ഈ വിഷയത്തിൽ യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചവരാണ്. ഈ അന്ധനിൽ കാണുന്ന രണ്ടാമത്തെ പ്രത്യേകത, അയാൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അയാൾക്ക് എന്തു സംഭവിച്ചു എന്ന് ഒരിക്കൽ പോലും അയാൾ മാറ്റി പറയുകയോ അയാൾ എന്തെങ്കിലും തരത്തിൽ ഈ യഹൂദരെ അധികാരികളെ ഭയന്ന് വളച്ചൊടിക്കുകയോ ഇതിനെ മാറ്റി പറയുകയോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ കാണുകയാണ്. ഹി സ്റ്റിക്കിംഗ് ടു ദ ഫാക്റ്റ്. അയാൾക്ക് എന്ത് സംഭവിച്ചു? ഞാൻ അന്ധനായിരുന്നു, എനിക്ക് കാഴ്ച കിട്ടി. കൂടുതലൊന്നും എനിക്കറിഞ്ഞുകൂടാ. അവൻ പാപിയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അവനോടാണ് ചോദിക്കേണ്ടത്, എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ അയാൾ അവരോട് വളരെ സുതാര്യമായി സത്യസന്ധതയോടെ വളരെ ട്രൂത്ത്ഫുള്ളായിട്ട് ഈ മനുഷ്യൻ പെരുമാറുകയാണ്. അതായത് നമ്മൾ യേശു ചെയ്ത ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് അതിശയോക്തികളും വേണമെങ്കിൽ അതിനകത്ത് വാചാലതകളും അതിനകത്ത് നിറം പിടിപ്പിച്ച കഥകളുമൊക്കെ ചേർത്ത് നമുക്ക് സംസാരിക്കാം. എന്നാൽ ഈ മനുഷ്യൻ്റെ പ്രത്യേകത, ഈ മനുഷ്യൻ യേശു തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾ മറ്റൊന്നും പറയുന്നില്ല. അയാൾ പറയുന്നു, ഞാൻ അന്ധനായിരുന്നു, എന്നെ യേശു തൊട്ടു, എനിക്ക് സൗഖ്യം കിട്ടി. അതിനപ്പുറത്ത് അമിതമായ വൈകാരികതകളിലേക്കൊന്നും അയാൾ കടക്കുന്നില്ല. അയാൾ ഒരിക്കലും, നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്ന, ഈ അധ്യായത്തിൽ ഒരിടത്ത് പോലും ഈ മനുഷ്യൻ്റെ വികാരങ്ങൾ എന്താണ് എന്ന് സുവിശേഷകൻ വിവരിക്കുന്നതേയില്ല. അയാൾ സന്തോഷവാനാണ്, അയാൾ തുള്ളിച്ചാടുന്നുണ്ടോ, അയാളുടെ ഓവറായ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഉണ്ടോ, ഒന്നും നമുക്ക് ഈ അധ്യായത്തിൽ കാണാനേ പറ്റുന്നില്ല. അതായത് വളരെ തികഞ്ഞ അച്ചടക്കത്തോടെ, തികഞ്ഞ സംയമനത്തോടെ, സത്യസന്ധതയോടെ, സുതാര്യതയോടെ, ധൈര്യത്തോടെ അയാൾ പറയുകയാണ്, കർത്താവ് യേശു എന്നെ തൊട്ടു, എനിക്ക് സൗഖ്യം കിട്ടി, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. വളരെ നല്ലൊരു മനുഷ്യൻ, കുലീനനായൊരു മനുഷ്യൻ. നമ്മളിനി ഈ ഭാഗത്ത് അവർക്കൊന്നും അന്ധൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ അന്ധനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മനുഷ്യന് കാഴ്ച കിട്ടി, പക്ഷേ അയാൾക്ക് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നഷ്ടപ്പെട്ടു. അയാൾക്ക് പള്ളിയില്ല, അധികാരികളുടെ സംരക്ഷണമില്ല, മാതാപിതാക്കന്മാരിനി അയാളോട് സംസാരിക്കണമെന്നില്ല, ബന്ധുക്കൾ അയാളുടെ കൂടെ കൂട്ടുചേരാൻ ഭയപ്പെട്ടവരായി മാറും. എല്ലാവർക്കും ഈ അധികാരികളെ പേടിയാണ്. നോക്കൂ, അയാളുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അടുത്ത വാക്യം വളരെ മനോഹരമാണ്. അവർ അവനെ 35 അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അന്ധന് യേശു ആരാണെന്നറിയില്ല. ഇങ്ങനെ ഒരാൾ സുഖപ്പെടുത്തിയെന്ന് മാത്രമേ അറിയൂ. യേശുവിനെ കണ്ടിട്ടില്ല അയാൾ. അവൻ കാണുന്നതിന് മുമ്പേ യേശു ജനക്കൂട്ടത്തിനിടയിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ യേശുവിനെ കണ്ടാൽ ഇയാൾ തിരിച്ചറിയില്ല. അപ്പോൾ ഈ ജെറുസലേമിൻ്റെ തെരുവുകളിലെല്ലാം തീർത്ഥാടനത്തിന് വന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഇടയിലൂടെയെല്ലാം അയാളുടെ കണ്ണുകൾ ഇങ്ങനെ പരതി നടന്നു. അയാൾ കാണേണ്ട ഒരാളുണ്ട്, അയാൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് കണ്ട് കൊതി തീരാതെ നോക്കി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. പക്ഷേ യേശുവിനെ കാണാനില്ല. എന്നാൽ വചനം പറയുന്നു, യേശു അവനെ കണ്ടപ്പോൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹോൾ സ്റ്റോറിയിലെ ഏറ്റവും മനോഹരം, ഏറ്റവും ലവ്ലിയായ ഭാഗം ഇതാണ്. യേശു അവനെ കണ്ടപ്പോൾ. അപ്പോൾ ആരാണ് അന്ധൻ? യേശുവിനെ തേടിയെത്തുകയല്ല, മറിച്ച് യേശു അന്ധനെ തേടിയെത്തുകയാണ്. അവനെ യേശു കണ്ടുപിടിക്കുകയാണ്. അവന് യേശുവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലാവുന്നില്ല. കാരണം ഈ ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിനിടയിൽ സംസാരിച്ച ആരോ ഒരാൾ,
അവനോട് അന്ന് സംസാരിച്ച സുഖപ്പെടുത്താൻ വേണ്ടി സംസാരിച്ച വാക്കുകൾ, ആ സ്വരം അവൻ ഓർക്കുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവനെ കണ്ടപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, എല്ലാം നഷ്ടപ്പെട്ട അവനെ യേശു കണ്ടെത്തുമ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നാം. എന്താണ് യേശുവിൻ്റെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? ആ ചോദ്യത്തിൻ്റെ അർത്ഥം ധ്യാനിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്തൊരു വാക്യം കൂടി വായിക്കാം. അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. ഞാൻ പറഞ്ഞു, അയാൾക്കെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ അയാളെ യേശു കണ്ടെത്തി. ഈ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ യേശു അവനോട് പറയുകയാണ്, സഹോദര, നിൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിൽ മാത്രമല്ല എൻ്റെ ശ്രദ്ധ, നിൻ്റെ ആത്മാവിലാണ് എൻ്റെ ശ്രദ്ധ. നിൻ്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തെക്കാളുപരി ഞാൻ ലക്ഷ്യം വെക്കുന്നത് നിൻ്റെ ആത്മാവിൻ്റെ മോചനത്തെയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ സൗഖ്യം കൊണ്ട് നിനക്ക് ഈ ഭൂമിയിൽ കുറച്ച് നേട്ടങ്ങളുണ്ടാവാം, പക്ഷേ നീ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൗഖ്യത്തിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു സൗഖ്യമുണ്ട്. അതിൻ്റെ പേരാണ് രക്ഷ. നിനക്ക് രക്ഷ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ഈ സുവിശേഷത്തിൽ ഒരുപാട് ആളുകൾ സൗഖ്യം കിട്ടിപ്പോയവരുണ്ട്, പക്ഷെ അവരിലധികം പേര് രക്ഷയിലേക്ക് മടങ്ങി വന്നിട്ടില്ല. എന്നാൽ ഈ അന്ധൻ്റെ സൗഖ്യപ്പെടുത്തുന്ന, അന്ധനെ സുഖപ്പെടുത്തുന്ന ഈ സംഭവത്തിൻ്റെ പ്രത്യേകത, ഇയാൾ ശാരീരിക സൗഖ്യത്തിലേക്ക് മാത്രമല്ല, അയാളുടെ കംപ്ലീറ്റ് സാൽവേഷനിലേക്ക്, അയാളുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിലേക്ക്, പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിലേക്ക്, സ്വർഗപ്രാപ്തിയിലേക്ക്, മോക്ഷ സൗഭാഗ്യത്തിലേക്ക് ഈ മനുഷ്യൻ പറിച്ചു നടപ്പെടുന്നു എന്നുള്ളതാണ് ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈശോ പറയുകയാണ്, ഐ ആം മോർ കൺസേൺഡ് അബൌട്ട് യുവർ സാൽവേഷൻ റാദർ ദാൻ യുവർ ഫിസിക്കൽ ഹീലിംഗ്. നിൻ്റെ ശാരീരിക സൗഖ്യത്തെക്കാൾ അധികം ഞാൻ എൻ്റെ വ്യഗ്രത നിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. അതുകൊണ്ട് നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ചോദിച്ചു, അവൻ ആരാണ്? നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ്. അന്ധൻ്റെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അയാൾ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം കൂടുതൽ വിശദീകരണങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം പറയുന്നത്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പ്രണമിച്ചു എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ്. അവന് യേശുവിനെ ആരാധിച്ചു, ദൈവപുത്രനായി ആരാധിച്ചു, മനുഷ്യപുത്രനായി ആരാധിച്ചു. ദാനിയേൽ പ്രവചിച്ച മനുഷ്യപുത്രനായി യേശുവിനെ അവൻ ആരാധിച്ചു. അപ്പോൾ ഇവിടെ അവന് ശാരീരിക സൗഖ്യം മാത്രമല്ല, ആത്മാവിൻ്റെ രക്ഷ കൂടി ലഭിക്കുകയാണ്. യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. അടുത്ത വാക്യങ്ങൾ, ഇതിൻ്റെ അവസാന വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. വെളിച്ചത്തെക്കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നു ഈ അധ്യായങ്ങൾ മുഴുവൻ. പ്രത്യേകിച്ച് കൂടാരത്തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ ദീപാലങ്കാരങ്ങൾ കൊണ്ട് ജെറുസലേം മുഴുവൻ ആ ദിവ്യ ജ്യോതിസിൻ്റെ പ്രഭയിൽ, ആ വെളിച്ചത്തിൻ്റെ പൂരത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു മഹാനഗരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 8-9 അധ്യായങ്ങളൊക്കെ നാം വായിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രകാശങ്ങളുടെ ഉത്സവത്തിൽ, ഈ ദീപാവലിയിൽ, അങ്ങനെ അവർ ആ പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈശോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ്. ഇനി താൻ എങ്ങനെയാണ് ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്നത് എന്ന് ഒരു സംഭവത്തിലൂടെ വെളിപ്പെടുത്തുന്ന ഭാഗമായിരുന്നു അന്ധന് സൗഖ്യം കൊടുത്തത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് യേശു വെളിച്ചമായി മാറുകയാണ്, രക്ഷയായി മാറുകയാണ്. അങ്ങനെയാണ് യേശു ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്നത്. ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ന്യായവിധിക്കായിട്ടാണ്. ആ ന്യായവിധിയുടെ പ്രത്യേകത, കാഴ്ചയുള്ളവർ അന്ധരാവുകയും കാഴ്ചയില്ലാത്തവർ കാണുകയും ചെയ്യുന്ന ഒരു ന്യായവിധി. ഈ ന്യായവിധിയുടെ പ്രത്യേകത, കാഴ്ച ഇല്ലാത്തവർ കാണും, കാണാൻ ആഗ്രഹിക്കുന്നവർ കാണും, കണ്ണ് തുറക്കപ്പെടാൻ കൊതിക്കുന്നവർ കാണും. എന്നാൽ ആ കണ്ണ് തുറക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവർ, തങ്ങൾക്ക് കാഴ്ചയുണ്ട് എന്ന് വിചാരിക്കുന്നവർ, തങ്ങൾക്ക് എല്ലാം കാണാമെന്ന് തെറ്റിദ്ധരിച്ചവർ അന്ധരായി തീരുകയും ചെയ്യുന്ന ഒരു ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും പരിസയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല.
എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. വളരെ ആഴത്തിലുള്ളൊരു വചനമാണിത്. അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നല്ലവരാണ് എന്ന് നിങ്ങൾ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ പറയുന്നു ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെളിച്ചം പ്രകാശം കാണിക്കാൻ വേണ്ടി, പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അതായത് ലൈറ്റിന് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വെളിച്ചത്തിന്, ലൈറ്റിന് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങളുടെ കണ്ണ് തുറന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനും പറ്റും. 2, നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കാനും പറ്റും. അതെങ്ങനെയാണ്? അതായത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, ഒരു കാറിൻ്റെ മുൻപിൽ നിന്ന് ശക്തമായി വെളിയിലേക്ക് വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം, ആ പ്രകാശം കാറിനകത്തിരിക്കുന്നവർക്കും കാറിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്കും ആ പ്രകാശം വെളിച്ചമാവുകയാണെങ്കിൽ, ആ കാറിനെതിരെ നിൽക്കുന്നവർക്ക് ആ പ്രകാശം അന്ധതയായിട്ടാണ് മാറുന്നത്. ആ ലൈറ്റ് അവരെ ബ്ലൈൻഡ് ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളൊരു കാറിന് അകത്താണെങ്കിൽ, നിങ്ങൾ ആ കാറിനൊപ്പമാണെങ്കിൽ, ആ കാറ് സഞ്ചരിക്കുന്ന അതേ ദിശയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ആ കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന ശക്തമായ പ്രകാശം നിങ്ങൾക്ക് കണ്ണ് തുറക്കുന്ന, നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന, നിങ്ങൾക്ക് വഴി കാണിക്കുന്ന വെളിച്ചമായി മാറും. എന്നാൽ അതേസമയം നിങ്ങൾ ആ കാറിൻ്റെ എതിർവശത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ വെളിച്ചം നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കും. എന്ന് വെച്ചാൽ, നിങ്ങൾ യേശുവിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ യേശുവാകുന്ന വെളിച്ചം നിങ്ങളെ വഴി കാണിച്ച് മുന്നോട്ട് നയിക്കും. നിങ്ങൾ യേശുവിനകത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ യേശുവാകുന്ന വെളിച്ചം നിങ്ങളെ വഴി കാണിച്ച് മുന്നോട്ട് നയിക്കും. എന്നാൽ നിങ്ങൾ യേശുവിനെതിരെ നിൽക്കുന്നവരാണെങ്കിൽ ഈ പ്രകാശം നിങ്ങളെ അന്ധരാക്കി മാറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഈ കല്ലിൽ തട്ടി വീഴുന്നവൻ മുറിവേൽക്കും, മറിഞ്ഞു വീഴും. അതായത് ഈ കല്ലിന് മൂലക്കല്ലാവാനുള്ള സാധ്യതയുമുണ്ട്, തട്ടി വീഴ്ത്തുന്ന ഇടർച്ചയുടെ പാറയാകാനുള്ള സാധ്യതയുമുണ്ട്. ആ കല്ല് ആരുടെ മേൽ നിബദിക്കുന്നുവോ അവൻ ധൂളിയാകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതായത് രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ അടിസ്ഥാനം ഉറപ്പിക്കപ്പെടുന്ന അതേ കല്ല് തന്നെ നമ്മുടെ മേൽ വീണ് നമ്മളുടെ നാശമായി മാറുന്ന കല്ലായി മാറാനും സാധ്യതയുണ്ട്. ഈ വെളിച്ചത്തിന് നിങ്ങളെ വഴി കാണിക്കാനും പറ്റും, അന്ധരാക്കാനും പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ അധ്യായം വായിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഇവൻ അന്ധനായി തീർന്നത് ആരുടെ പാപം നിമിത്തമാണ്? ആ ചോദ്യത്തിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. ഇവൻ അന്ധനായി തീർന്നത് ആരുടെ പാപം നിമിത്തം? ഇവൻ്റെ പാപം നിമിത്തമോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമോ? ഇത് പറയുകയാണ്, ഇവൻ അന്ധനായി തീർന്നത് ആരുടെ പാപം നിമിത്തം? ഇവൻ്റെ പാപം നിമിത്തമോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമോ? കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ മഹത്വം അവനിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നതും. അതായത് ഈ അന്ധത ആരുടെ കുറ്റമാണ്? ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു, ഈ അന്ധത ആരുടെ തെറ്റാണ്? ഈ അധ്യായം അവസാനിക്കുന്ന അതേ ചോദ്യത്തോടു കൂടിയാണ്, ഈ അന്ധത ആരുടെ തെറ്റാണ്? ഈ അധ്യായം അവസാനിക്കുമ്പോൾ അധ്യായം തരുന്ന പാഠം ഇതാണ്, ഈ അന്ധത മാതാപിതാക്കന്മാരുടെയോ പൂർവികരുടെയോ കുറ്റമല്ല, ഈ അന്ധത നിൻ്റെ കുറ്റമാണ്, എൻ്റെ കുറ്റമാണ്, നമ്മുടെ കുറ്റമാണ്. യേശുവാകുന്ന വെളിച്ചത്തെ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഫലമായി, യേശുവിനെതിരെ നിന്നതിൻ്റെ ഫലമായി നമുക്കുണ്ടാകുന്ന ആ അപകടത്തിൻ്റെ പേരാണ് അന്ധത. ഈ അന്ധത മാതാപിതാക്കളുടെയോ പൂർവികരുടെയോ സമൂഹത്തിൻ്റെയോ സഭയുടെയോ ചുറ്റും നിൽക്കുന്നവരുടെയോ കുറ്റം കൊണ്ടല്ല. ഈ അന്ധത നമ്മളിൽ സംഭവിക്കുന്നത് നമ്മുടെ കുറ്റം കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 9-ാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കുകയാണ്. വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ താല്പര്യത്തിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ബൈബിൾ ശുശ്രൂഷകളെല്ലാം വളരെ നന്നായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുന്നു. ശാലോമിൻ്റെ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലോകമെമ്പാടുമുള്ള മിഷണറിമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനും നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന പ്രാർത്ഥനയോടെ പരസ്പരം പ്രാർത്ഥിക്കാമെന്ന് പ്രത്യേകം സ്നേഹത്തോടെ നിർദ്ദേശിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.